ഇപ്പോൾ കൊല്ലത്തേക്ക് പോകുകയാണ് രാജ്കുമാർ. കൊല്ലത്ത് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലുള്ള കണക്കനുസരിച്ച് 65.33% വോട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ കൊല്ലം മണ്ഡലം ഉൾപ്പെടുന്ന കൊല്ലം നഗരപ്രദേശം ഉൾപ്പെടുന്ന ബൂത്തുകളിലെല്ലാം വളരെ ആളുകൾ കുറവായിരുന്നു എന്നൊരു വിവരം കഴിഞ്ഞ ബുള്ളറ്റിനിൽ രാജ്കുമാർ നൽകുകയുണ്ടായി. അതേസമയം ചവറ, കുണ്ടറ പോലുള്ള ഇടങ്ങളിൽ ഇപ്പോഴും വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് രാജ്കുമാർ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വിവരം. സമഗ്ര വിവരങ്ങൾ. ചടയമംഗലം, ഇരവിപുരം, കുണ്ടറ, ചാത്തന്നൂർ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോഴും ചവറ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്യൂ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ബൂത്തിലാണ്, നീണ്ടകരയിൽ, ചവറ നിയോജക മണ്ഡലത്തിൽ. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു ഈ 6 മണി സമയത്ത് ടോക്കൺ കൊടുക്കുമ്പോൾ ഏതാണ്ട് 70ഓളം പേർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ കടന്ന് ഇപ്പോൾ ഏതാണ്ട് ഒരു 10-15 പേരിലേക്ക് ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട്. അതേസമയം തന്നെ അയ്യങ്കോവിക്കൽ, അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചടയമംഗലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 150-200 പേരൊക്കെ നിൽക്കുന്ന ഒരു ക്യൂ തന്നെ ഇപ്പോൾ അവിടെ ഇപ്പോഴുമുണ്ട്. ഇവർക്കെല്ലാം ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഈ ടോക്കൺ നൽകി ഇനി പുതുതായിട്ട് ആരെയും അനുവദിക്കുകയും ചെയ്യില്ല. അത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നിയമം അവരുടെ മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ആ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഈ പുനലൂർ, ഇപ്പോൾ ഈ സൂചിപ്പിച്ച കുണ്ടറ, അതുപോലുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ 65% പോളിംഗ് ആയത്. അതിനി അവിടെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ വലിയ ക്യൂ ഒന്നും അങ്ങനെ അനുഭവപ്പെടുന്നുമില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉച്ചവെയിൽ ആ ഉച്ചവെയിലിൻ്റെ ആ ഒരു ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചിന്തിച്ചു. രാവിലെ തന്നെ പുരുഷന്മാർ നല്ല ശതമാനം വോട്ട് ചെയ്തിരുന്നു. സ്ത്രീകളെല്ലാം ഉച്ച കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു ശീലമുണ്ടല്ലോ, ആ ശീലം തുടരാമെന്നാണ് കരുതിയത്. പക്ഷേ ചൂടിൻ്റെ ഒരു കാഠിന്യം അവരെ പുറകോട്ട് വലിച്ചു. പിന്നെ ഒരു നിസ്സംഗത, എന്തോ ഒരു നിസ്സംഗത ഈ വോട്ടർമാരിൽ കാണുന്നുണ്ട്. ഇറങ്ങുന്നില്ല, വേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഇടത് ക്യാമ്പ് തീർത്ത് പറയുന്നത് ഒരു ബൂത്തിൽ എത്ര ഇടത് വോട്ടുകളുണ്ട് എന്നുള്ള ഒരു കണക്ക് പാരമ്പര്യമായി അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്നെ അവർക്കൊരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇടത് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. UDFും അങ്ങനെ ഒരു ആത്മവിശ്വാസം രേഖപ്പെടുന്നുണ്ട്. അതേസമയം BJPയുടെ കാര്യത്തിനകത്ത് ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം അവർ വളരെ പുറകോട്ടായിരുന്നു. ആരും തന്നെ ഉച്ച കഴിഞ്ഞ് ബൂത്തിലൊന്നും ആരും കാണാനുമില്ലായിരുന്നു. കൊല്ലത്തെ വിവരങ്ങളാണ് രാജ്കുമാർ പങ്കുവച്ചത്.